അതെ, ഞാനൊരു കേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി മാങ്ങാപ്പഴമൊക്കെ കിട്ടുന്ന സമയമല്ലേ. അപ്പോൾ അതേ മാങ്ങ വെച്ചിട്ട് ഞാനൊരു അടിപൊളി ഒരു കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ. മാങ്ങാപ്പഴം വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാങ്ങാപ്പഴവും റവയും വെച്ചിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാനേ മാങ്ങാപ്പഴവും റവയും വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 1 കപ്പ് റവ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. ഒരു 230 ml ഉണ്ട് കേട്ടോ. അപ്പം ആ കപ്പ് റവ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. അത് നമുക്കൊന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. ഒരു തരി പോലും ഇല്ലാതെ നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനത് പൊടിച്ചെടുത്തുകൊണ്ട് വരാം കേട്ടോ. പൊടിക്കുമ്പോൾ നല്ല ഫൈനായിട്ട് തന്നെ പൊടിക്കാൻ മറക്കരുത്. ഇത് കണ്ടോ, നല്ല ഫൈനായിട്ട് നല്ല തരിയൊന്നും ഇല്ലാതെ തന്നെ ഞാനത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാനൊരു അരിപ്പയിലൂടെ ഇട്ട് കൊടുക്കുവാണേ. അരിപ്പയ്ക്കകത്ത് ഇട്ട് കൊടുത്ത് അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇടഞ്ഞെടുക്കണം കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് പഞ്ചസാര, ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. ആ പഞ്ചസാരയും കൂടി ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഞാൻ ഈ റവയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. രണ്ടും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കണം കേട്ടോ. ഒരു തവിയോ എന്തെങ്കിലും വെച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കത് നല്ല ഫൈനായിട്ട് തന്നെ ഇതേപോലെ അരിച്ചെടുക്കാൻ പറ്റും കേട്ടോ. അരിച്ചെടുത്തതിന് ശേഷം അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് എല്ലാം റവയും പഞ്ചസാരയും ഒക്കെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അത് മിക്സ് ചെയ്തതിന് ശേഷമേ അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം അത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി നല്ലവണ്ണം എല്ലായിടത്തും ഒന്ന് പിടിച്ചതിന് ശേഷം അതൊന്ന് മാറ്റി ഒന്ന് വെച്ചേക്കാം കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് ഈ മാമ്പഴം ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുവാണേ. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അത് അരച്ചെടുക്കണം കേട്ടോ. അതിലേക്ക് ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് അരയാനായിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ പാല് മതിയാവും. പാല് നമുക്ക് കുറച്ചവിടെ മാറ്റി വെച്ചേക്കാം. ചിലപ്പം നമുക്കത് വീണ്ടും ആവശ്യം വരും കേട്ടോ. മാങ്ങാപ്പഴം അരച്ചത് മുഴുവനായിട്ട് ഞാൻ റവയ്ക്കകത്തോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഞാനത് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ഇളക്കുന്ന വീഡിയോ ഇതിന് മിസ്സായെന്ന് തോന്നുന്നു. എന്തായാലും ഞാൻ റവയും മാങ്ങാപ്പഴവും കൂടെ നന്നായിട്ട് ഇളക്കിയെടുത്ത് മാറ്റി അടച്ചു വെച്ചിട്ടുണ്ട്. അതേപോലെ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് അതിലേക്ക് മൈദ ഇട്ട് ഇതേപോലെ ഇളക്കിയിട്ടുണ്ട്. ആ വീഡിയോയും അതിൻ്റെ കൂടെ തന്നെ മിസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം. അപ്പോൾ 10 മിനിറ്റോളം ഞാൻ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. റവ ആയതുകൊണ്ട് തന്നെ അത് കുതിർന്നൊക്കെ വരണം. അതിന് വേണ്ടിയിട്ട് ഞാൻ 10 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ കൂട്ടിലേക്ക് ഞാനൊരു 1/4 കപ്പോളം ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ആക്കണം കേട്ടോ. ഈ ഓയിലെല്ലാം ഈ നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ. അപ്പോൾ ഇപ്പം നോക്കുമ്പോൾ അതിനകത്ത് കണ്ടോ ഓയിലെല്ലാം പൊങ്ങി കിടപ്പുണ്ട്. അങ്ങനെ പോരാ, അത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഈ ഓയിലെല്ലാം നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിലേക്ക് നന്നായിട്ട് പിടിച്ച് വരണം കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായിട്ടൊരു സ്പാച്ചിൽ എന്തെങ്കിലും വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവിയാണേലും മതി, അത് എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് അത് ഇളക്കിയെടുക്കണം കേട്ടോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കുവാണേ. ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അത് നന്നായിട്ട് ഇളക്കി എല്ലായിടത്തും പിടിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ വാനില എസൻസ് ആണ് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്ക് ഇച്ചിരി സ്പൈസസ് പൊടിച്ചത്, ജാതിക്കായും പട്ടയും കൂടെ പൊടിച്ചതും ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കാം. നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് പിടിച്ച് വരണം കേട്ടോ. ഇപ്പോൾ ഇളക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എല്ലായിടത്തും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഓയിലൊക്കെ എല്ലായിടത്തും
കേക്കിൻ്റെ ബാറ്ററിലൊക്കെ നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ആ ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ടൂട്ടി ഫ്രൂട്ടി മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് മൈദപ്പൊടിയും കൂടെ ഉണ്ട് കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ കറക്കി ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് പിടിച്ച് വരണം എല്ലായിടത്തും. അതുകൊണ്ട് ഇതുപോലെ നമുക്ക് ഇളക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ആ ഓയിലൊക്കെ നന്നായിട്ട് തന്നെ നമ്മുടെ ബാറ്ററിലേക്ക് ചേർന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു കേക്ക് ടിന്നെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു 8 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നെടുത്ത് ഇതേപോലെ മൈദ ഇട്ട് തട്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് കേക്കിൻ്റെ ബാറ്റർ ചേർത്ത് കൊടുക്കാം കേട്ടോ. മുഴുവനായിട്ട് തന്നെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നിങ്ങൾ വിചാരിക്കും ഇത് നല്ല ടൈറ്റായിട്ടാണ് ബാറ്റർ ഇരിക്കുന്നതെന്ന് വിചാരിക്കും കേട്ടോ. പക്ഷേ ടൈറ്റൊന്നും അല്ല, ഇത്രയും തന്നെയാണ് അതിൻ്റെ പാകം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. എന്നിട്ട് നമുക്കത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞാൻ അത് സെറ്റാക്കി എടുക്കുന്നുണ്ട്. ആ സ്പാച്ചില വെച്ച് തന്നെ അത് നല്ല രീതിയിലൊന്ന് ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതേപോലെ നമുക്കതൊന്ന് എല്ലായിടവും ഒരേപോലെ സെറ്റാക്കി എടുക്കണം കേട്ടോ. സെറ്റാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇത് കണ്ടോ, എല്ലായിടത്തും തന്നെ എല്ലാം തന്നെ നല്ല രീതിയിൽ സെറ്റാക്കി എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ഭംഗിയായി കിട്ടൂല കേട്ടോ. എന്നിട്ട് നമുക്ക് അതിനകത്ത് എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒന്ന് ടാപ്പ് ചെയ്തൊന്ന് എടുക്കണം കേട്ടോ. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞാൻ ടാപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടാപ്പ് ചെയ്തതിന് ശേഷം ഞാൻ ഇച്ചിരി ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ടൂട്ടി ഫ്രൂട്ടിയും ബദാമും എല്ലാം ഇതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്കിതിൻ്റെ മുകളിലേക്കൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. ഇവിടെ ആയിട്ട് ചേർത്ത് നല്ല രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. എൻ്റെ അടുത്ത് ക്യാഷ്യൂനട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം ഞാൻ ബദാമാണ് ചേർക്കുന്നത്. ബദാമും ടൂട്ടി ഫ്രൂട്ടിയാണ് ചേർക്കുന്നത്. ഇത് കണ്ടോ, നല്ല രീതിയിൽ ഞാനത് ഡെക്കറേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ സമയം ഞാനൊരു കടായി അടുപ്പത്ത് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് ചൂടായിരിക്കുകയാണ്. അതിലേക്കൊരു റിങ് ഇട്ട് കൊടുത്ത് അതിൻ്റെ പുറത്തേക്ക് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഇറക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കത് അടച്ച് വെക്കാം. അടച്ച് വെച്ചതിന് ശേഷം പിന്നെ നമുക്കൊരു 45-50 മിനിറ്റോളം ഞാൻ ഇത് അടുപ്പത്ത് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് വെന്ത് വരണ്ടേ. അപ്പോൾ ഞാനൊരു 50 മിനിറ്റ് നമ്മളെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് അടിപൊളി നല്ല കേക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. കേക്കിൻ്റെ മോടത്തിൽ നിന്നൊക്കെ കേക്ക് വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടോ, കയ്യിലൊന്നും ഒട്ടുന്നൊന്നുമില്ല, അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെയാണ് കേട്ടോ. ഈ മാങ്ങ ആയതുകൊണ്ട് തന്നെ നല്ലൊരു മണവും ഒക്കെ ഉണ്ട്. കൂടെ തന്നെ ഞാൻ എസൻസൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം നമുക്കിതൊന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഞാൻ ഡീമോൾഡ് ചെയ്ത വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പം ഞാനിത് എല്ലാം ഇത് പീസാക്കി എടുത്തൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ പൊളി ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ കഴിച്ച് നോക്കിയായിരുന്നു. നല്ല ടേസ്റ്റ്, മാങ്ങയുടെയൊക്കെ നല്ല മണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ മാങ്ങയൊക്കെ ഉണ്ടാകുന്ന സീസണല്ലേ. അപ്പോൾ ഇതുപോലെ നല്ല മാങ്ങാപ്പഴം വെച്ചിട്ട് നല്ല കേക്കൊക്കെ ഉണ്ടാക്കി നോക്കുക. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് എനിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരും. താങ്ക്